നമുക്ക് 40 ലഭിക്കുന്നുണ്ട്. ശരി, ഈ 80 പ്ലസ് 40 എത്രയാണ്? ഇനി മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോഹോസ്റ്റായ കുട്ടികൾ മറുപടി പറയുക. ഇപ്പൊ തൽക്കാലം ഞാൻ മറ്റുള്ള കുട്ടികളെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഹോസ്റ്റായ കുട്ടി പറയൂ, 15 into 8 എത്രയായിരിക്കും ആൻസർ? 120 ആണ്. അപ്പൊ ഇനി നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എളുപ്പമാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് എളുപ്പമാക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള എളുപ്പമാർഗത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിപ്പം പഠിക്കാൻ പോകുന്നത് എന്നർത്ഥം. മക്കൾക്ക് 51-നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള മാർഗം പറയാം. എല്ലാവരും ഞാൻ എഴുതുന്നതനുസരിച്ച് എഴുതി വെച്ചോളൂ. 51 into 9. 51 into 9 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ 51 into 9 ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും. 51 into 10 ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുമല്ലോ. 51 into 10 എത്രയാണ്? 510. അപ്പോൾ 10 കൊണ്ടുള്ള കുട്ടികൾ ഒന്ന് സ്പീഡ് പറയണം മറുപടി. കോഹോസ്റ്റ് ആക്കിയത് അതുകൊണ്ടാണ്. ഞാൻ ഓരോ സ്കൂളിലേക്ക് 1-2 കുട്ടികളെ വിളിക്കും, അവരെ കോഹോസ്റ്റ് ആക്കി തരാം. പക്ഷെ നമ്മൾ 51 into 10 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് 51 into 9 ആണ്. എങ്കിൽ എന്റെ ചോദ്യം, ഞാൻ 510-ൽ നിന്ന് 51 into 9 കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? -51. പറയൂ. കോഹോസ്റ്റായ കുട്ടികൾ ഇടപെട്ട് പറയൂ. മെഹർ, ഈ 510-ൽ നിന്ന് ഞാൻ എന്ത് ചെയ്താൽ കിട്ടും? 510 minus 51. 510 minus 51 എത്രയാണ്? പറയൂ, എല്ലാവർക്കും പറയാലോ. എത്രയാണ് 510 minus 51? 461. 459. ഇഷാനി, 510-ൽ നിന്ന് 51 മൈനസ് ചെയ്താൽ എത്രയാണ്? മെഹർ, എത്രയാണ് 510-ൽ നിന്ന് 51 മൈനസ് ചെയ്താൽ? അറിയില്ല. 459 ആണ്. ശരി, അടുത്തതിലേക്കൊന്ന് പോയാലോ? ഇത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം കുറച്ച് പ്രശ്നമുള്ള ചോദ്യം നിങ്ങൾക്ക് തരാമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള നിങ്ങളുടെ യൂണിറ്റിലുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. 8 plus 8 plus 8 അതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ പറയണം. ഡാഷ് ഇൻറ്റു ഡാഷ്. ഇവിടെ എന്താണ് ഞാൻ ഫില്ല് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയണം. 8 into 3. 3 into 8 എന്ന് പറഞ്ഞുകൂടെ? എത്രയാണ് 3 into 8? 24. ഞാൻ എല്ലാവരും ഒന്ന് ഓൺ ചെയ്യട്ടെ. എല്ലാവരും
പറയാൻ പറ്റുന്ന കുട്ടികളൊന്നും മുന്നോട്ട് വരുന്നത്. ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികള് ഇംഗ്ലീഷ് മീഡിയം, ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഏതെങ്കിലും ഒന്ന് രണ്ട് കുട്ടിയുടെ പേരെന്ന് പറയണേ. സ്റ്റാർട്ട്. Basil B. Abraham. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒന്ന് രണ്ട് കുട്ടികള് ഇനി വേറെ ഒരു സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ പറഞ്ഞു. ഇനി നമുക്ക് വടകര ശ്രീനാരായണ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരെന്ന് പറഞ്ഞു. ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഞാനിവിടെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റും, ഇതിൽ നോക്കിയിട്ട് ഐഡി നോക്കി പറയാൻ പറ്റും. അവർക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നേരെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് കോഹോസ്റ്റ് ആക്കാമായിരുന്നു. ശരി, ഇനി അടുത്തത് മക്കൾ ഫില്ല് ചെയ്തോളെ, നോട്ട് ബുക്കിൽ ഫില്ല് ചെയ്ത് വെച്ചോളൂ. അടുത്തത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബോർഡ് കാണാൻ കഴിയുന്നുണ്ടോ ഇഷാനി? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വെച്ചോളെ, നോക്കാം. 5 + 5 + 5 + 5 + 5 എങ്ങനെ എനിക്ക് ചുരുക്കി എഴുതാം? അതായത് ഡാഷ് ഇൻറ്റു ഡാഷ്. 5 into 5. 5 into 5. എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയത്? 5 into 5 ആണോ മക്കൾക്കെല്ലാം കിട്ടിയത്? ഓക്കെ ശരി. 5 into 5 25 കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം നോക്കോളെ. നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു ക്രമീകരണമാണ്. 15 into 8. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായിക്കൊണ്ട് ചെയ്തു നോക്കിക്കോളും. 8 into 10 എന്ന് നേരത്തെ പറഞ്ഞു. അത് നമുക്ക് കിട്ടി, 80 കിട്ടി. പിന്നെ 8 into 5 എന്നത് നമുക്ക് 14 കിട്ടിയിട്ട് 8 + 40 ഏഡ് ചെയ്തിട്ടാണല്ലോ നമുക്ക് 120 ലഭിച്ചത്. ഇതേ ക്രമത്തിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ തരികയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസർ മക്കള് ഷോർട്ടായിട്ട് എഴുതി വെക്കണം. പെട്ടെന്ന് ആൻസർ ചെയ്യരുത്. അതിന്റെ വഴികളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1. 13 into 3 എന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇതേ രീതിയിൽ എഴുതുക? 15 into 6 എന്നതിനെ നിങ്ങൾ എങ്ങനെ എഴുതും? അതേപോലെ 23 into 4 എന്നത് മൾട്ടിപ്പിൾ ചെയ്യാൻ നിങ്ങൾ എന്ത് വിദ്യയാണ് പ്രയോഗിക്കുക? 16 into 4 എന്നത് എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യും? 32 into 2 എന്നത് നിങ്ങൾ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യും? 32 into 2 ആണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. രക്ഷിതാക്കളുടെ സഹായമില്ലാതെ തന്നെ മക്കൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് എന്നെ ഒന്ന് അറിയിക്കണം. വേണമെങ്കിൽ ഇതിന്റെ ഒരു മോഡൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാത്ത കുട്ടികൾക്ക് ഇതിന്റെ ഒരു മോഡൽ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം.
നിങ്ങൾക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. Yes. Yes. അപ്പൊ നോ എന്ന് പറഞ്ഞവർ ഇത് ശ്രദ്ധിക്കണ്ട, യെസ് എന്ന് പറഞ്ഞവർ ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ 22 into 4 എന്നത് ഞാൻ ചെയ്യുന്നത് നോക്കും. ഞാൻ ആദ്യം ചെയ്തത് 4 into 22 ആണല്ലോ ഈ സംഭവം. അതിന് ഞാൻ 4 into 20 plus 2 എന്ന് എഴുതിയാൽ ഒരു പ്രശ്നവും ഇല്ല. അതാണ് 4 into 20 plus 4 into 2 ആയിട്ട് മാറുന്നത്. എത്രയായിരിക്കും? കോഹോസ്റ്റായ കുട്ടി പറയൂ, 4 into 20 എത്രയായി? കുറെ കുട്ടികളെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അവർക്ക് പറയും. 80. എത്ര? 80. 80. പ്ലസ് എത്രയാണ് 4 into 2? 4 into 2 എത്രയാണ്? 8. അപ്പോൾ 80 plus 8 ആരൊക്കെ വെറുതെ ബഹളം ഉണ്ടാക്കുന്നു. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, 88 ആണ്. 22നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കറിയാം 88 ആണ്. ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. 4 into 22 എന്ന് എഴുതുന്നു. 4 ഒരു കഴിഞ്ഞിട്ട് 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു, അതിന്റെ അർത്ഥം ഗുണിക്കണം എന്നാണ്. 22നെ 20 plus 2 എന്ന് എഴുതുന്നു. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 into 20യും 4 into 2ഉം ആയിട്ട് മാറുന്നു. 4 into 20 80 ആണ്, 4 into 2 8 ആണ്, രണ്ടും കൂടി കൂട്ടിയാൽ 88 ആണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിവിടെ നോക്കിക്കോളൂ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചോദ്യം എഴുതാൻ കഴിയുക. ഇതേ രീതിയിൽ നിങ്ങൾ എഴുതിക്കോളൂ. അതിനുശേഷം ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. എന്താണ് ചോദ്യം എന്ന് നോക്കാം. 34നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ ഞാൻ ഇതേ രീതിയിൽ എന്ത് ട്രിക്കാണ് ചെയ്യേണ്ടതെന്ന് മക്കൾ അവിടുന്ന് പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ എഴുതരുത്. എഴുതിയതിനു ശേഷം ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും. ആ സ്കൂളിലെ കുട്ടി എനിക്കിത് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു തരികയും വേണം. ഓക്കെ, ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. കോഹോസ്റ്റായ കുട്ടികൾക്ക് മിണ്ടരുത്, ബാക്കിയുള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ്. അതില് ഓരോ സ്കൂളിനെ ഞാൻ വിളിക്കും. ആ സ്കൂളിലേക്ക് ഒരു കുട്ടിക്ക് മുന്നോട്ട് വന്ന് പറയാം. എങ്ങനെയാണ് ഇതേ ക്രമത്തിൽ 34 into 5നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്കറിയണം. ഓക്കെ, സ്റ്റാർട്ട്. ആൻസർ കണ്ടുപിടിച്ചവർക്ക് പറയാം. ലിറ്റിൽ ഫ്ലവർ, മാനന്തവാടി. 30 into 5. വീഡിയോ ഓൺ ചെയ്ത് പറയണം. ലിറ്റിൽ ഫ്ലവർ, മാനന്തവാടിയിലെ കുട്ടി. ഇല്ല, അപ്പൊ ലിറ്റിൽ ഫ്ലവർ മാനന്തവാടിയിലെ കുട്ടികൾ ആരും പറയുന്നില്ല. ഇനി വേറെ ഏത് സ്കൂളിലെ കുട്ടികളാണ് ഇതിലുള്ളത്? എവിടെ? ശ്രീനാരായണ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് പറയാം, ഇതാ മൈക്ക് ഓൺ ആയി. 170. ആ പേര് എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന രീതിയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ആ കുട്ടിയുടെ പേര് പറയണം, വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ പറയുന്നത് കേൾക്കൂ.
വീഡിയോ ഓൺ ചെയ്യണം, കുട്ടിയുടെ പേരും പറയണം. അങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് വരും. 30 into 5. 30 into 4. 30 into 5. 30 plus 3 into 5. 5 into 30. 5 into 4. 5 into 30. Amina, 5 into 30 plus 4. 30 into 5. 5 into 30. 30 into 5, 4 into 5. ഓക്കെ ഓക്കെ. എന്താണ് കുട്ടിയുടെ പേര് പറയൂ ആദ്യം. യെസ്, പേര് പറയുന്നില്ല. ഇഷാനി, ഇഷ എന്നുള്ള കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ ID ഐഷ എന്നാ കാണുന്നത്. ഏതാ സ്കൂൾ എന്നുള്ള അറിയില്ല. കുട്ടിയുടെ പേരെന്താണ്? ശരി, ഷിഹാൻ. എങ്ങനെയാണ് ഇത് മക്കൾ കണ്ടുപിടിച്ചെന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മളിതിനെ തിരിച്ചങ്ങോട്ട് എഴുതുന്നു. 5 into 34 എന്നിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ 5 ഇവിടെ ചേർത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 30 plus 4 ആണല്ലോ 34, അങ്ങനെ എഴുതുന്നു. നമ്മൾ അടുത്ത സ്റ്റെപ്പ് 5 into 30 കാണുന്നു, പിന്നീട് പ്ലസ് 5 into 4 നമ്മൾ കാണും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ 5 into 30 എത്രയായിരിക്കുമെന്ന്? 150 ആണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 5 into 4 എത്രയായിരിക്കുമെന്ന്? 20. ശരി. അപ്പൊ മെഹർ, what is 150 plus 20? 170. 170 ആണ് ഇതിന്റെ ആൻസർ. അതേ ക്രമത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യകളെയും നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ്. 13 into 3 ചെയ്യണം, 15 into 6 കാണണം, 23 into 4 കാണണം, 16 into 4 കാണണം, 32 into 4 നിങ്ങൾ കാണണം. ശരി, അത് പെട്ടെന്ന് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ സമ്മതം തന്നാൽ ഞാൻ ആ കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ, ശരിയാണ്. അപ്പോൾ ആ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. അവസരം ഞാൻ മൈക്ക് ഓൺ ചെയ്ത് തരാം. ശരി, എന്താണ് ആ ചോദ്യം എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളും. ഈ ചോദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ ചോദ്യം എഴുതിയതിനു ശേഷം ആ കുസൃതി ചോദ്യം ഞാൻ തരാം. മക്കൾ ഈ ചോദ്യം എല്ലാം എഴുതി കഴിഞ്ഞോ? ശരി, ശരി. നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ ഇതേപോലെയുള്ള ഒരു വഴി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കുസൃതി ചോദ്യം തരികയാണ്. അതിപ്പോ ഞാൻ മറ്റത് ഇപ്പൊ മറിച്ചിട്ടില്ല, കാണിച്ചു തരാം. എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. എല്ലാവരും ആ ചോദ്യം ഓർത്ത് വെച്ചോളൂ. എനിക്ക് 48നെ 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്ന് വിചാരിക്കുക. എങ്കിൽ ഞാൻ ഇതിൽ ഏതാണ് ശരി എന്ന് നിങ്ങൾ പറയണം. ഞാൻ 24നെ 25 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ?
അതല്ലെങ്കിൽ 24-നെ 50 കൊണ്ട് ഗുണിച്ചാൽ റെഡിയാകുമോ? അതല്ലെങ്കിൽ 48-നെ 50 കൊണ്ട് ഗുണിച്ചാൽ റെഡിയാകുമോ? ഇനി ഞാൻ ഇങ്ങനെ എഴുതി പോവുകയാണ്. 12-നെ 100 കൊണ്ട് ഗുണിച്ചാൽ റെഡിയാകുമോ? 6-നെ 200 കൊണ്ട് ഗുണിച്ചാൽ നന്നാകുമോ? 3 എന്ന സംഖ്യയെ 400 കൊണ്ട് ഗുണിച്ചാൽ എനിക്കിതിന് ഉത്തരമാകുമോ? അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് മക്കളെ. എന്താ ചോദ്യം? 48 into 25-ന്റെ ആൻസറിന് പകരം വെക്കാവുന്ന ക്രിയകൾ ഇതിൽ ഏതൊക്കെയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ABCDEF? ഇത്രയും ഇതിന് പകരം വെക്കാവുന്ന ക്രിയകൾ ഇതിൽ ഏതൊക്കെയുണ്ട് എന്ന് കുട്ടികൾ ABCD എന്ന ക്രമത്തിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. അത് വീട്ടുകാരോട് ചോദിക്കണ്ട, സ്വന്തം നിലക്ക് നിങ്ങൾക്ക്. ആ പിശാരി കണ്ടില്ലേ, ഈ ചോദ്യം വരുന്നത് നേരെ ടീച്ചറുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞുതരാൻ വേണ്ടിട്ട് അവരെ വിളിക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഈ ചോദ്യത്തിന് പകരം വെക്കാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പെർമിൽ ജോസ് ഇപ്പോൾ ഒരു തൊപ്പിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു തൊപ്പിയെല്ലാം വെച്ചിട്ടുണ്ട്. ശരി ശരി മക്കളെ, ഈ ചോദ്യം ക്ലിയർ ആണോ? അല്ല. ചോദ്യം ക്ലിയർ ആയിട്ടില്ല. ചോദ്യം ക്ലിയർ? നോ. ശരി, ചോദ്യം മക്കൾക്ക് ക്ലിയർ ആയിട്ടില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. 48-നെ 25 കൊണ്ട് ഗുണിക്കാനുള്ള, ആ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഉത്തരം കിട്ടുന്ന 1, 2, 3 ക്രിയകൾ ഇതിലുണ്ട്. അവ ഇതിൽ ഏതൊക്കെയാണെന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. മെഹർ, എന്റെ ചോദ്യം വ്യക്തമാണോ? യെസ്. ഇതിൽ പകരം വെക്കാവുന്ന ഒരു ക്രിയ മോള് പറഞ്ഞേ. 48 into 50. 48 into 50 കറക്റ്റ് ആണ്. അത് പകരം വെക്കാൻ ആകുന്നില്ലല്ലോ. കാരണം എന്താ? 48 into 50 ചെയ്ത് കഴിഞ്ഞാൽ 48 into 25 തുല്യമാവില്ലല്ലോ. ആവില്ല. 3 into 400. അപ്പൊ ഞാൻ ഒരു കാര്യം, ഒരു സൂചന ഞാൻ തരാം മക്കൾക്ക്, ശ്രദ്ധിച്ചോളൂ. ഈ 48 എല്ലാരും ഒന്നിച്ച് പറയുക. ഈ 48-ന്റെ ഹാഫ് എത്രയാണ് മക്കളെ? 24 into, അതൊന്ന് പൊളിക്കുന്നുണ്ടാണ് ഹൗസിയ എന്നുള്ള കുട്ടി. ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യുക കുട്ടി, മൈക്ക് മ്യൂട്ട് ചെയ്ത കുട്ടി. ഹൗസിയ എന്ന ഐഡിയുള്ള കുട്ടി എന്തായി കളിക്കുന്ന ഫോണുകൊണ്ട്? ശരി, ആ കുട്ടി ഫോൺ കൊണ്ട് എന്തോ കളിക്കുന്നു. ചില കുട്ടികൾ അങ്ങനെ ഫോൺ ഓൺ ചെയ്താൽ വിടൂല. ഈ 48-ന്റെ ഹാഫ് 24 ആണ്. 25-ന്റെ ഡബിള് 50-യുമാണ്. അപ്പോൾ ഒന്ന് ഹാഫ് ആക്കിയപ്പോൾ മറ്റേതൊന്ന് ഡബിൾ ആക്കി എന്നർത്ഥം. ഇത് എല്ലാം ഈ സംഖ്യ എന്തായാലും 48 into 25 തുല്യമാകും. ശരി, വേറെ ഏതൊക്കെയാണ് മെഹർ അതിനനുസരിച്ച് ഇതിന് തുല്യമാവുന്ന ക്രിയകൾ ഉള്ളത്? പറയും. 12 into 100. 12 into 100 കറക്റ്റ് ആണ്. അതെന്തായാലും ഇതിന് പകരമാകും. പിന്നെ വേറെ ഏതെങ്കിലും ഒന്ന് കുട്ടി പറഞ്ഞേ, ഇതിന് പകരം വെക്കാൻ പറ്റുന്ന വേറെ ഏത് ക്രിയ പറയൂ?
3 is 400. 400. പിന്നെ 6 into 200 വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 24 into 50 അതിന് പകരം വെക്കാമെന്ന് നേരത്തെ കണ്ടുപിടിച്ചു. കാരണം 48ന്റെ പകുതി 25ന്റെ ഡബിൾ. പിന്നെ നമുക്ക് 12 into 100 വെക്കാം, 6 into 200 വെക്കാം, 3 into 400 വെക്കാം. ആട്ടെ, ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എത്രയാണെന്ന് എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ. 1200. 1200. നേരത്തെ ഞാൻ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് കടന്നുകൂടാം. ഈ ചോദ്യം ഇതേ ക്രമത്തിൽ നിങ്ങൾ എഴുതുക നോട്ട് ബുക്കിൽ. എന്നിട്ട് ഞാൻ ഓരോ കുട്ടിയെ വിളിക്കാം. നേരത്തെ ചോദ്യമാണ്. ഒരു 5 മിനിറ്റ് സമയം എടുത്തു. ഓക്കെ, പകരം വെക്കാവുന്ന കാര്യങ്ങൾ, ഇതിന് സമാനമായിട്ട് കാര്യങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തോ മക്കള്? No. Yes. Finish. No. Sir, finish. ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടി, ആ കുട്ടി എന്നെ ഇപ്പോ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യണം. 86171729 എന്ന നമ്പറിലേക്ക് കംപ്ലീറ്റ് ചെയ്ത കുട്ടി ഒന്ന് വാട്സപ്പ് ചെയ്തേ. ഒരു ചോദ്യം വാട്സപ്പ് ചെയ്താൽ മതി. ഈ ആദ്യത്തെ ചോദ്യം എല്ലാം ചെയ്യണം ഞാൻ പറയുന്നില്ല. ഹലോ, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഫർസീന VK. ഓക്കെ, ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടിയാണ്. അപ്പോ ഒരു കുട്ടി ആൻസർ ചെയ്തിട്ടുണ്ട്, 2 കുട്ടികൾ ആൻസർ ചെയ്തു.
അതില് ഇതാരാ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ, വാട്സപ്പ് ചെയ്താ മതി. ഏത് സ്കൂളായിരുന്നു? ശരി, വാട്സപ്പ് ചെയ്താൽ മതി കുട്ടി കേട്ടോ. ശരി, ഓക്കെ. നമുക്ക് ഫർസീന എന്ന ഐഡിയുള്ള കുട്ടീനെ വിളിക്കാം. ഫർസീന എന്നുള്ള ഐഡിയുള്ള കുട്ടിയുടെ പേരെന്തായിരുന്നു? ആഹിൽ സയാൻ. ആഹിൽ സയാൻ. ആഹിൽ സയാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ആഹിൽ സയാൻ ഒന്ന് പറയാമോ മോനെ, എന്താണ് ഒന്നാമത്തത് മോൻ ചെയ്തു വെച്ചത്? ഈ 33 മോൻ ഏത് രീതിയിലാണ് ചെയ്തു വെച്ചത് എന്ന് എനിക്കൊന്ന് അറിയാം. ആദ്യം ഇവിടെ 3 ഇട്ടിട്ട് ഇപ്പുറത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിനുശേഷം 10+3 എഴുതി. അത് കഴിഞ്ഞിട്ട് 3 × 10 എഴുതി +3 × 3. ഓഹോ, 10+3 എന്ന് എഴുതി, ബ്രാക്കറ്റ് കൊടുത്തു, 3 പുറത്തേക്ക് ഇട്ടു. 10 × 3 എന്ന് എഴുതിയത് 3 × 10. ആയിക്കോട്ടെ. 3 × 10 എത്രയാണ്? 30. 3 × 10 ആയിക്കോട്ടെ. 3 × 10 എന്ന് എഴുതി, 30 കിട്ടി. പിന്നെന്താ മോൻ ചെയ്തു വെച്ചത്? +3 × 3. +3 × 3 എന്ന് എഴുതി. എത്ര കിട്ടിയത്? 3 × 3 9. 9. അപ്പൊ 30യുടെ കൂടെ 9 കൂട്ടിയപ്പോൾ മോൻ 13 ഉണ്ടാവണം. ഇനി എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, മക്കളെ നിങ്ങളുടെ എല്ലാവരും ഇതേ രീതിയിലാണോ ചെയ്തത്? അടുത്ത ചെയ്ത കുട്ടി വാട്സപ്പിലൂടെ ആ കുട്ടിയുടെ രണ്ടാമത്തെ ചെയ്ത കുട്ടി വാട്സപ്പിലൂടെ ആ കുട്ടിയുടെ ID ഒന്ന് അറിയിക്കൂ. ID അറിയിക്കണേ, എന്നാലും എനിക്ക് കോഹോസ്റ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ കോഹോസ്റ്റിനെ പിടിക്കുക. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ID ഏതാ നോക്കട്ടെ. ഫർസീനയെ നേരത്തെ ചെയ്തു വെച്ചു. ആഹിൽ സമാനല്ലേ? ഫർസീന ഐഡിയിലെ പേരെന്താണ്? മോന്റെ പേരെന്താ? ആഹിൽ സയാൻ. ആഹിൽ സയാൻ. ആഹിൽ സയാൻ ഞാൻ ഓർക്കുന്നുണ്ട്. ആഹിൽ സയാൻ. ആഹിൽ സയാന് പിന്നെ മാനന്തവാടി ലിറ്റിൽ സ്കൂൾ. ആവണി വന്നിട്ടുണ്ട്. ആവണി ഏത് ID ആണെന്ന് പറയണം. ആവണി എന്നുള്ള ID തന്നെയാണോ നോക്കട്ടെ. ആവണി ഇതിന് കാണുന്നത് നോക്കട്ടെ. ആവണി എന്നുള്ള ID അതിൽ കാണുന്നേ ഇല്ലല്ലോ. ഇല്ല, ആ ID അത് നോക്കട്ടെ. ആവണി എന്നുള്ള കുട്ടിയാണ് തന്നിരിക്കുന്നത്. വാഗേരിയുടെ കുട്ടിയാണ്. പക്ഷെ ആവണിനെ കാണുന്നേ ഇല്ലല്ലോ. ആവണി ഏത് ID അറിയില്ല. ശരി, പിന്നെ നോക്കാം. വേറെ ഏതൊക്കെ കുട്ടിയുണ്ടോ നോക്കട്ടെ. ഷിജു എന്നുള്ള ID-യിലാണെന്ന് പറയുന്നത്. ഷിജു എന്ന ID-യിൽ ഷിജു എന്ന് അറിയില്ല, കാണില്ല. എന്താന്നറിയില്ല, കാണുന്നില്ല. കുറെ കുട്ടികളുള്ളതുകൊണ്ടായിരിക്കാം. സാരമില്ല. ഏതായാലും നിങ്ങൾ ഇതൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ശരി, നമുക്ക് ആഹിൽ സവാലിലേക്ക് ഒന്നുകൂടി പോകാം. രണ്ടാമത്തത് എങ്ങനെയായിരിക്കും മോൻ ചെയ്തു വെച്ചത്? 15 × 6. 10+5 ബ്രാക്കറ്റിൽ എഴുതി. 10+5 ബ്രാക്കറ്റിൽ എഴുതി. എന്നിട്ടോ 6 × 10 +6 × 5. 6 × 10 ചെയ്തു. പിന്നെ 6 × 5 ചെയ്തു. 6 × 10 എത്രയാ? 60. 60. 6 × 5 30. 30. രണ്ടു കൂടി കൂട്ടിയാൽ എത്രയാണ്? 90. 90. ശരി. അപ്പൊ ഇതൊക്കെ ഈ രീതിയിലായിരിക്കും മക്കൾ ചെയ്തിട്ടുണ്ടാവാമെന്ന് കരുതുന്നു. ഇനി ഇന്നത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചിന്തിച്ച് ചെയ്യാനുള്ള ചോദ്യം ഞാൻ തരാം. ആ ചോദ്യം മക്കളൊന്ന് എഴുതി വെച്ചോളൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്. അടുത്ത ക്ലാസ്സിൽ കോഹോസ്റ്റ് ആവുന്ന കുട്ടികൾ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് വൈകുന്നേരം 7:30 മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും.
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അല്ലാത്ത ഒരു ദിവസവും കൂടി ഞാൻ തരും. ഇപ്പൊ പിന്നെ 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസ്സിന്റെ ഒരു തിരക്കുണ്ട്. അവരുടെ എക്സാം ഡിസംബർ 30-നാണ്. നിങ്ങളുടെ LSSന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും ഫെബ്രുവരി ആയിരിക്കും നിങ്ങളുടെ എക്സാം. അപ്പൊ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഞായറാഴ്ചകളിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഇനിയും ധാരാളം കൂട്ടുകാർ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ശരി, നമുക്ക് ഒരു ചോദ്യം കണ്ടുപിടിക്കണം. ചോദ്യം ഇതാണ്. ഈ ചോദ്യം നമ്മുടെ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ അതിന്റെ മറുപടി യൂട്യൂബിൽ തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണം ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ ചോദിക്കാം. എന്നിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്തിയാൽ മതി. The difference of the sum and difference of two numbers is 54. 44. Which is the smallest number? ചോദ്യത്തിന് മലയാളം ഞാൻ പറയാം, മക്കൾ എഴുതി വെച്ചോളൂ. The difference of the sum and the difference of two numbers is 44. രണ്ട് സംഖ്യകളുടെ, ഇതിന്റെ മലയാളം ഇതാണ്, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 എങ്കിൽ ആ രണ്ട് സംഖ്യകളിൽ ചെറിയവൻ ആരാണ്? The difference of the sum and difference of two numbers is 44. Which is the smallest എന്നാണ് ചോദ്യം. അതിൽ ചെറുതേതാണെന്നാണ് ചോദ്യം. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. കോഹോസ്റ്റായ കുട്ടികൾ എന്നെ മൈക്കാട് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും. LSS ആണ് എന്ന് ഞാൻ പറയേണ്ടത് LSSന്റെ ക്ലാസ് ആണ്. LSSൽ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യം ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുട്ടികളെന്നെ കണ്ടുപിടിച്ചോളൂ. ഈ കുട്ടികൾ കണ്ടുപിടിക്കാൻ ഞാൻ കുട്ടികളെ സഹായിക്കാൻ പോവുകയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ. മെഹർ, ഏതെങ്കിലും ഒരു 1 ഡിജിറ്റ് നമ്പർ പറയൂ മോളെ. പറയൂ. 5 ആണ്. ഒറ്റ ഒരു 1 ഡിജിറ്റ് നമ്പർ 5 ആണ്. 5ന്റെ കോൺസിക്യൂട്ടീവ് നമ്പർ പറയൂ. 6. 4ഉം വരാം. മോളെ 5ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ്? 11. ഇല്ല, വെരി ഗുഡ്. ഇനി ഇതിൽ 5 ആണോ 6 ആണോ മോളെ വലുത്? 6. 6 ആണ്. And what is the difference of 6 and 5? 1. ആ 1നെ നമ്മൾ 11ന്റെ ചോട്ടിൽ എഴുതുന്നു. Again, what is the difference of 11 minus 1? What is the difference of 11 and 1? 10. Good. ഇനി നിങ്ങൾക്ക് എന്റെ ചോദ്യം പറയാം, ശ്രദ്ധിച്ചോളൂ. The difference of the sum and difference of two numbers is 10. Which is the smallest എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണ് ഇതിൽ പറയുക? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയൂ. Which is the smallest എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിൽ ഏതാണ് മക്കളെ പറയുക? 5. ഒരു മിനിറ്റ് ശ്രദ്ധിക്കൂ. ആ 5 നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? ആ 5 നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ മറുപടി കാര്യം പറയുന്നില്ല. ഇവിടെ 5 ആണ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ 10നെ എന്ത് ചെയ്താണ് 5 കിട്ടിയത്? 10ന്റെ പകുതിയാക്കി. 10ന്റെ പകുതിയാണ് 5. 10നെ പകുതിയാക്കി, ശരിയാണ്.
അപ്പൊ 6 കിട്ടാൻ 5ന്റെ കൂടെ എത്ര കൂട്ടി? 1. ശരി. ഇനി ഞാൻ അടുത്ത കോഹോസ്റ്റ് ആയ ഒരു കുട്ടീനെ വിളിക്കുകയാണ്. അടുത്ത കോഹോസ്റ്റ് ആയ കുട്ടി മാനന്തവാടി ലിറ്റിഫറിലെ ആ മോൻ തന്നെ വന്നോളൂ. പേര് പറയൂ. ആഹിൽ സയാൻ. ആഹിൽ സയാൻ ഒരു 2 ഡിജിറ്റ് നമ്പർ പറയും. 24. വെരി ഗുഡ്. ആഹിൽ സയാൻ 24 കോൺസിക്യൂട്ടീവ് നമ്പർ പറയും. 25. In what is the sum of 24 and 25? 49. ആരോ അവിടുന്ന് സംസാരിക്കുന്നുണ്ടോ പുറത്തുനിന്ന്? ശരി, ശ്രദ്ധിക്കണേ. And what is the difference of 25 and 44? 25 and 24, what is the difference? 1. 1 ആണ്. 49ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 48. ഓക്കെ. ഇനി ഈ 48ൽ നിന്ന് 24 കിട്ടാൻ എന്താണ് മാർഗം? 48ന്റെ പകുതി എടുക്കുക. 48ന്റെ പകുതി എടുത്തു. ഇനി 25 കിട്ടാൻ എന്താണ് മാർഗം? 48ന്റെ പകുതി എടുത്ത് +1 ചെയ്താൽ 25 കിട്ടും. അതേ രീതിയിൽ നിങ്ങൾ ഞാൻ ഈ തന്ന ചോദ്യത്തിന് ആൻസർ കണ്ടെത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ ആൻസർ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ മക്കൾ ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അടുത്ത ചോദ്യം ഇതാ പിടിച്ചോളൂ. അടുത്ത ചോദ്യം കൂടി തരുന്നുള്ളൂ. മക്കൾ അതിന്റെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഒരേ ഒരു ചോദ്യം കൂടി തരാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. How many hundreds in 3062? ആ ചോദ്യം ഒന്ന് വായിച്ച ആഹിൽ സമ്മാൻ. How many hundreds in 3062? ഇതിന്റെ മലയാളം ഇതാണ്. 3062 എത്ര നൂറുകളുണ്ട് എന്നാണ് ചോദ്യം. 3062 എത്ര നൂറുകളുണ്ട്? ഇങ്ങനെ 2 ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഈ ചോദ്യത്തിന്റെ മറുപടി ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഈ ക്ലാസ് വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലേഡർ LSS എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 8666171729 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഒരു റോൾ നമ്പറിൽ കൊടുത്തപ്പോൾ ആദ്യത്തെ കുട്ടി, ഫസ്റ്റ് ചൈൽഡ്, ആദ്യത്തെ കുട്ടിയുടെ റോൾ നമ്പർ അത് എത്രയാണെന്ന് കൊടുക്കാം. 1010 ആണ്. എങ്കിൽ 50ാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? ഇതും കൂടിയും ഇന്നത്തെ ചോദ്യത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്.